ഫ്രണ്ട്സ്, നിങ്ങൾ ഒരു ദിവസം രാവിലെ വലിയൊരു മോട്ടിവേഷനോട് കൂടി എണീക്കുന്നു. ലൈഫിലേക്ക് എന്തായാലും ഒരു മാറ്റം കൊണ്ടുവരണമെന്നുള്ള ആ ഒരു പ്രോമിസ് നിങ്ങൾ ചെയ്യുന്നു. ഇനി മുതൽ രാവിലെ നേരത്തെ എണീക്കും, പഠിക്കും, ജിമ്മിൽ പോകും, ടൈം വേസ്റ്റ് ചെയ്യില്ല, മോശം ശീലങ്ങളെ ഉപേക്ഷിക്കും, പകുതി വെച്ച് ഒന്നും നിർത്തില്ല. അങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കുന്നു. ആൻഡ് ആദ്യത്തെ 1-2 ദിവസം എല്ലാം നന്നായിട്ട് പോകും. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം എല്ലാ മോട്ടിവേഷനും നഷ്ടപ്പെട്ട് പതിയെ നിങ്ങൾ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ പതിയെ വീണ്ടും ആ ഒരു പഴയ ലൈഫിലേക്ക്, പഴയ ശീലങ്ങളിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചെത്തും. ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് എന്താണെന്നാൽ എനിക്ക് തീരെ ഡിസിപ്ലിൻ ഇല്ല എന്നുള്ളതാണ്. എന്നാൽ സത്യം അതല്ല. ഡിസിപ്ലിൻ എന്നുള്ളത് മോട്ടിവേഷനോ മറ്റുള്ളവരെക്കാളുമുള്ള സ്ട്രോങ് മൈൻഡ് സെറ്റോ അല്ല. നിങ്ങളുടെ ഡിസിപ്ലിൻ ഫെയിലാകാനുള്ള കാരണം നിങ്ങളുടെ സിസ്റ്റം ഫെയിലാകുന്നത് കൊണ്ടാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ആരും തന്നെ സൂപ്പർ ഹ്യൂമൻസ് ഒന്നുമല്ല. ഫ്രണ്ട്സ്, അവരുടെ സീക്രട്ട് എന്താണെന്നാൽ സക്സസ് ഓട്ടോമാറ്റിക്കായി നടക്കുന്ന രീതിയിലുള്ള ചില സിസ്റ്റത്തെ അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുടെ ഡിസിപ്ലിനെ ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്ന 5 സിസ്റ്റംസിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മാറും. സോ ലെറ്റ്സ് ബിഗിൻ. സിസ്റ്റം നമ്പർ 1, റെഡ്യൂസ് ഫ്രിക്ഷൻ. സക്സസ് എന്നുള്ളത് ഹാർഡ് വർക്കിലൂടെ മാത്രമേ സാധ്യമാകൂ. ബട്ട് നമ്മളുടെ ബ്രെയിൻ എപ്പോഴും ഈസി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചൂസ് ചെയ്യുക. ഇതുകൊണ്ടാണ് നിങ്ങൾ ഫോൺ എടുത്ത് വെറുതെ സ്ക്രോൾ ചെയ്തിരിക്കുന്നത്, ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്, ആൻഡ് പ്രൊക്രാസ്റ്റിനേഷൻ ഓട്ടോമാറ്റിക്കായി നടക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങളുടെ ചുറ്റുപാടാണ് നിങ്ങളുടെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യുന്നത്. ഫോൺ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അതെടുക്കും. നിങ്ങളുടെ വർക്കിംഗ് ടേബിൾ വളരെ അലങ്കോലമാണെങ്കിൽ അപ്പോൾ നിങ്ങൾ വർക്കൊക്കെ മാറ്റി വയ്ക്കാൻ തുടങ്ങും. ഡിസ്ട്രാക്ഷൻസ് എപ്പോഴും നിങ്ങളുടെ ചുറ്റിനും ഉണ്ടെങ്കിൽ അപ്പോൾ ഡിസിപ്ലിൻ നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടേറിയതായിട്ട് തോന്നും. സോ വിൽ പവറിനെ മാത്രം നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ എൻവിറോൺമെൻറ്റിനെ ശരിയായിട്ട് സെറ്റ് ചെയ്യുക. മോശം ശീലങ്ങൾ ഹാർഡായിട്ട് നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കണം. അതുപോലെ നല്ല ശീലങ്ങൾ ഈസി ആയിട്ടും നിങ്ങൾക്ക് ആക്സസിബിൾ ആയിരിക്കണം. പഠിക്കണമെങ്കിൽ ആദ്യം നിങ്ങളുടെ ബുക്ക് എടുത്ത് ടേബിളിൻ്റെ മേലെ തന്നെ വയ്ക്കുക. ഇൻസ്റ്റാഗ്രാം യൂസേജ് കുറയ്ക്കണമെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ഹോം സ്ക്രീനിൽ നിന്ന് ആ ഒരു ആപ്പ് ഒഴിവാക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ തലേ ദിവസം നൈറ്റ് തന്നെ അതിനായിട്ടുള്ള ഡ്രസ്സൊക്കെ റെഡിയാക്കി വയ്ക്കുക. ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ എത്ര ഈസിയാണോ അത് നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങളുടെ എൻവിറോൺമെൻറ്റ് നിങ്ങളുടെ ഗ്രോത്തിന് സ്യൂറ്റബിൾ ആണെങ്കിൽ അപ്പോൾ ഡിസിപ്ലിൻ ഓട്ടോമാറ്റിക്കലി നിങ്ങളിൽ ഡെവലപ്പ് ആകും. ഫ്രണ്ട്സിന് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ബട്ട് നിങ്ങളിലെ മടി കാരണം കൊണ്ടോ, അഡിക്ഷൻസ് കാരണം കൊണ്ടോ, ഓവർ തിങ്കിങ് കാരണം കൊണ്ടോ ഒക്കെ നിങ്ങൾ വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലൈഫിൻ്റെ ആ ഒരു ഗ്രോത്തിനായിട്ട് നിങ്ങൾക്ക് നമ്മളുടെ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്താണെന്നാൽ ഇവിടെ നിങ്ങളെ ഡെയിലി ഗൈഡ് ചെയ്യാനും ദിവസവും നിങ്ങളെ പുഷ് ചെയ്ത് നിങ്ങളിൽ ആ ഒരു ഡിസിപ്ലിൻ ഉറപ്പുവരുത്താനും വേണ്ടിയിട്ട് ഒരു പേഴ്സണൽ മെൻറ്ററുടെ സപ്പോർട്ട് ദിവസേന നിങ്ങൾക്ക് ലഭ്യമായിരിക്കും എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഇവിടെ നമ്മൾ നിങ്ങളെപ്പറ്റി നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് വേണ്ട പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അല്ലാതെ ഒരു കോമൺ മോട്ടിവേഷൻ ക്ലാസ് അല്ല നിങ്ങൾക്കായിട്ട് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനു പുറമെ നിങ്ങളുടെ ക്യാരക്ടർ, പേഴ്സണാലിറ്റി, ഓവറോൾ ലൈഫ് സ്റ്റൈൽ ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ്ങും നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ലൈഫിലേക്ക് നല്ലൊരു മാറ്റം കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക. നമ്മൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. സിസ്റ്റം നമ്പർ 2, ദ 2-minute റൂൾ. നിങ്ങളിതിൽ ഫെയിലാവാനുള്ള ഏറ്റവും വലിയ കാരണം എന്താണെന്നാൽ നിങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളുടെ മുഴുവൻ ലൈഫും മാറ്റാൻ ശ്രമിക്കുന്നു. രാവിലെ 5 മണിക്ക് എണീക്കും, 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും, മെഡിറ്റേറ്റ് ചെയ്യും, ജേർണലിംഗ് ചെയ്യും, 50 പേജ് വായിക്കും. ഇത്തരത്തിൽ ഒരു ദിവസം നിങ്ങൾ ഫുള്ളി പ്രൊഡക്റ്റീവ് ആകാൻ ശ്രമിക്കുന്നു. സോ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ബേൺ ഔട്ടായി ഫെയിലാവാൻ തുടങ്ങും. കാരണം നമ്മുടെ ബ്രെയിൻ ഈ ഒരു എക്സ്ട്രീം ചേഞ്ച് ഒരിക്കലും ഇഷ്ടപ്പെടില്ല. സോ ഇതിനുള്ള സിമ്പിൾ സൊല്യൂഷനാണ് റെഡിക്കുലസ്ലി സ്മോൾ സ്റ്റാർട്ട്. ചെറുതായിട്ട് തുടങ്ങുക. വർക്കൗട്ട് ചെയ്യണോ, ജസ്റ്റ് 2 മിനിറ്റ് മാത്രം ചെയ്യുക. പഠിക്കണമെങ്കിൽ ബുക്ക് ഓപ്പൺ ചെയ്ത് ഒരു പേജ് മാത്രം വായിക്കുക. ഇനി എഴുതണമെങ്കിൽ ഒരേ ഒരു സെൻറ്റൻസ് മാത്രം എഴുതുക. ഇതൊക്കെ വളരെ ഈസിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യെസ്, ഇതാണ് ഇവിടെ ഇമ്പോർട്ടൻറ്റ്. കാരണം സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു വർക്കിലെ ഏറ്റവും ഹാർഡായിട്ടുള്ള ഒരു പാർട്ട്.
നിങ്ങൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മൊമെൻറ്റം അടുത്ത വർക്ക് ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ഡെയിലി നിങ്ങൾ റീപ്പീറ്റായിട്ട് ചെയ്യുന്ന ചെറിയ ചെറിയ ആക്ഷൻസാണ് പതിയെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി ആയിട്ട് മാറുന്നത്. മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് ലൈഫിലൊന്നും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഡെയിലി 2 മിനിറ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കുന്ന ഒരാൾ അയാൾ ആഗ്രഹിച്ച ആ ഒരു ലൈഫ് ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സക്സസ് മാസീവ് എഫേർട്ടിൽ നിന്ന് വരില്ല, റിപ്പീറ്റഡ് എഫേർട്ടിലൂടെ മാത്രമേ അത് സാധ്യമാകൂ. നമ്പർ 3, ഐഡൻറ്റിറ്റി ഓവർ ഔട്ട്കം. ഭൂരിഭാഗം ആളുകളും പറയുക എനിക്ക് വെയിറ്റ് കുറയ്ക്കണം, നല്ല പണം സമ്പാദിക്കണം, ലൈഫിൽ സക്സസ്ഫുൾ ആകണം എന്നുള്ളതാണ്. എന്നാൽ വെറും ഗോൾസ് മാത്രം നിങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരില്ല. കാരണം നിങ്ങളെടുക്കുന്ന ഓരോ ആക്ഷനും നിങ്ങളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളതിനെ ഡിസൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെപ്പറ്റി ഞാനൊരു മടിയനാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഒരു മടിയനായിട്ട് മാറും. ഇനി ഞാൻ തീരെ ഡിസിപ്ലിൻഡ് അല്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈസിലി ക്വിറ്റ് ചെയ്യും. ഇനി ഞാൻ വീക്കാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ശീലങ്ങളും അതുപോലെ ആയിരിക്കും. യഥാർത്ഥ മാറ്റം എപ്പോൾ സംഭവിക്കുമെന്നാൽ എനിക്ക് എന്ത് വേണമെന്ന് ചിന്തിക്കുന്നത് നിർത്തിയിട്ട് ഞാൻ ആരായിട്ട് മാറണമെന്ന് നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കുമ്പോഴാണ്. ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരാൾ ഓരോ വർക്കിനായിട്ടും തന്നോട് നെഗോഷിയേറ്റ് ചെയ്യില്ല. ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇന്ന് വർക്കൗട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് ഡിബേറ്റ് ചെയ്യില്ല. ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരാൾ തൻ്റെ അറ്റൻഷനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന ഓരോ ഹാബിറ്റും നിങ്ങളാകാൻ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സൺ നൽകുന്ന ഒരു വോട്ടാണ്. ടൈമിന് എണീക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വോട്ടാണ്. നിങ്ങൾക്ക് നൽകിയ പ്രോമിസസ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വോട്ടാണ്. ഇത്തരത്തിൽ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം ചേർന്ന് ഒരു പുതിയ ഐഡൻറ്റിറ്റി നിങ്ങളിൽ ക്രിയേറ്റ് ആകുന്നത്. നമ്പർ 4, ട്രാക്ക് യുവർ ലൈഫ്. ഫ്രണ്ട്സ്, എന്തിനെയാണോ നമ്മൾ മെഷർ ചെയ്യുന്നത്, അളക്കുന്നത്, അത് ഇമ്പ്രൂവ് ആകും. ഭൂരിഭാഗം ആളുകളും തങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നറിയാതെ ലൈഫിൻ്റെ ഒരു ഫ്ലോക്ക് അനുസരിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യും എന്നൊക്കെ അവർ പറയും, പക്ഷെ ഒന്നിനെയും അവർ ട്രാക്ക് ചെയ്യില്ല. നോ ഷെഡ്യൂൾ, നോ ട്രാക്കിംഗ്, നോ റിഫ്ലക്ഷൻ. നമ്മുടെ ഉള്ളിൽ ഒരു അവയർനെസ് ഇല്ലെങ്കിൽ അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ് റാൻഡമായി നടക്കും. ഇതിന് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ പ്രൊഡക്ടിവിറ്റി സിസ്റ്റം ഒന്നും ആവശ്യമില്ല. ചില കാര്യങ്ങളെ മാത്രം നിങ്ങൾ ട്രാക്ക് ചെയ്താൽ മതി. ഓരോ ദിവസവും നിങ്ങൾ എത്ര നേരം ടൈം വേസ്റ്റ് ചെയ്യുന്നുണ്ട്, ആഴ്ചയിൽ എത്ര ദിവസം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഫോണിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഈ നമ്പേഴ്സ് എല്ലാം നിങ്ങൾ ട്രാക്ക് ചെയ്യുമ്പോൾ ചില കൈപ്പേറിയ സത്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും. ചിലർക്ക് ഡിസിപ്ലിൻ ഇല്ലാത്തതായിരിക്കില്ല പ്രോബ്ലം, അവർക്ക് വേണ്ട അവയർനെസ് ഉണ്ടായിരിക്കില്ല. ട്രാക്കിംഗ് നിങ്ങളെ സ്വയം അക്കൗണ്ടബിൾ ആക്കി മാറ്റും. ആ ഒരു അക്കൗണ്ടബിലിറ്റി മാറ്റത്തെ ക്രിയേറ്റ് ചെയ്യും. നമ്പർ 5, റിക്കവറി ഈസ് ദ പാർട്ട് ഓഫ് ഡിസിപ്ലിൻ. ഇവിടെയാണ് ഒരുപാട് ആളുകൾ തെറ്റ് ചെയ്ത് ഫെയിലാകുന്നത്. ഡിസിപ്ലിൻ എന്നാൽ ടയേർഡാവാതെ വർക്ക് ചെയ്യണം, കുറച്ച് മാത്രം ഉറങ്ങണം, റെസ്റ്റ് എടുക്കാനേ പാടില്ല, എപ്പോഴും പുഷ് ചെയ്തുകൊണ്ടേയിരിക്കണം, ഇതാണെന്ന് പലരും തെറ്റിദ്ധരിക്കുന്നു. ബട്ട് വൺ ഡേ ഇതെല്ലാം ക്രാഷ് ആകും. കാരണം നമ്മളാരും മെഷീൻസ് അല്ല. ലോകത്തിലെ എലൈറ്റ് അത്ലറ്റ്സ് പോലും വർക്കൗട്ടിന് ശേഷം റിക്കവറി ടൈം എടുക്കും. വാരിയേഴ്സ് പോലും യുദ്ധത്തിന് മുന്നേ പ്രോപ്പറായി റെസ്റ്റ് എടുക്കും. ബേൺ ഔട്ട് ആകുന്നത് അത് നിങ്ങളിൽ ഡിസിപ്ലിൻ ഇല്ലാത്തതുകൊണ്ടല്ല, അത് ലൈഫിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ടാണ്. ബ്രെയിൻ എക്സോസ്റ്റ് ആയാൽ ഫോക്കസ് നഷ്ടപ്പെടും, ബോഡി ടയേർഡായാൽ മോട്ടിവേഷൻ കൊലാപ്സ് ആകും. റിയൽ ഡിസിപ്ലിനിൽ ആവശ്യമായ റിക്കവറി പീരീഡും ഉണ്ടായിരിക്കും. സോ നന്നായി ഉറങ്ങുക, ബ്രേക്ക് എടുക്കുക, കുറച്ച് സമയം പുറത്ത് പോവുക, നിങ്ങളുടെ മെൻ്റൽ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം ഇൻറ്റൻസിറ്റിയെക്കാളും കൺസിസ്റ്റൻസിയാണ് നിങ്ങളെ ഗ്രോത്തിലേക്ക് നയിക്കുക. ഒരു 3 ആഴ്ച ഭയങ്കരമായി ഹാർഡ് വർക്ക് ചെയ്ത് അടുത്ത 3 ആഴ്ച അത് ക്വിറ്റ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു യൂസും ഉണ്ടായിരിക്കില്ല. നമ്മളുടെ ഗോൾ സസ്റ്റൈനബിലിറ്റി ആണ്. സോ താൽക്കാലിക മോട്ടിവേഷനോ വിൽ പവറോ അല്ല നമുക്കിവിടെ വേണ്ടത്. ഒരാഴ്ച മാത്രം ഫോളോ ചെയ്യുന്ന പെർഫെക്റ്റ് റൂട്ടീനേക്കാളും വർഷം മുഴുവനും നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ആവറേജ് സിസ്റ്റമാണ് എന്തുകൊണ്ടും ബെറ്റർ. സോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഡിസിപ്ലിൻ ഫെയിൽ ആകുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ ബ്ലെയിം ചെയ്യാതിരിക്കുക, നിങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കുക. നിങ്ങൾ വീക്കല്ല. നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാനുള്ള കാരണം ഈ ഒരു സിസ്റ്റത്തെ പറ്റി നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഈ ഒരു സിസ്റ്റത്തിന് എല്ലാറ്റിനെയും മാറ്റാനുള്ള കഴിവുണ്ട്. സോ ഫ്രിക്ഷനെ റിമൂവ് ചെയ്യുക, ചെറുതായി സ്റ്റാർട്ട് ചെയ്യുക, ഐഡൻറ്റിറ്റി ബിൽഡ് ചെയ്യുക, ലൈഫിനെ ട്രാക്ക് ചെയ്യുക, പ്രോപ്പറായി റിക്കവർ ആവുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഡിസിപ്ലിൻ എന്നുള്ളത് അത് ടെമ്പററി ആയിരിക്കില്ല, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. ഇത് മോട്ടിവേഷനെയോ നിങ്ങളുടെ മൂഡിനെയോ ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുന്നത്. ഇത് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സിസ്റ്റത്തെയാണ്.
കാരണം ലൈഫിനെ മാറ്റിയവർ ഡെയിലി മോട്ടിവേഷന് വേണ്ടി വെയിറ്റ് ചെയ്തവരല്ല, സ്ട്രോങ് സിസ്റ്റത്തെ ക്രിയേറ്റ് ചെയ്തവരാണ്. സോ നിങ്ങളിൽ ആ ഒരു ഫയർ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഐ ആം റെഡി എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ എൻഡപ്പ് ചെയ്യുകയാണ്. സ്റ്റേ സ്ട്രോങ്, സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ മോട്ടീവ്.